ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് ബി.ജെ.പിക്കെതിരെ NDAയ്ക്കുള്ളിൽ വിമർശനം. ബി.ജെ.പി അധ്യക്ഷൻ നിതിൻ നബീനെതിരെയാണ് സഖ്യകക്ഷികൾ വിമർശനവുമായി രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നാണ് പ്രധാന വിമർശനം. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ വിമർശനങ്ങൾ ഏറ്റവും പ്രധാനം സ്ഥാനാർത്ഥി നിർണയം പാളി എന്നതാണ്. മറ്റെന്തൊക്കെയാണ് വിമർശനമായി ഉയരുന്നത്? ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിതിൻ നബീൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പ്രധാനമായും നിതിൻ നബീൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി ആര് വേണമെന്ന് തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ നിർണയിച്ച സ്ഥാനാർത്ഥി പിന്മാറിയതോടെ വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥി, ഒരു പുതുമുഖവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകാനുള്ള തീരുമാനവും നിതിൻ നബീന്റേതായിരുന്നു. ആ തീരുമാനത്തിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ പ്രശാന്ത് കിഷോർ അവിടെ വിജയിക്കുന്നത്, ഏകദേശം 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രധാന കാരണമായി സഖ്യകക്ഷികളിൽ നിന്ന് ബി.ജെ.പി നേരിടുന്ന ആരോപണം എന്ന് പറയുന്നത് നിതിൻ നബീന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരുന്നു. ഇത്ര പെട്ടെന്ന് തിടുക്കപ്പെട്ടുള്ള ഒരു മാറ്റം ആവശ്യമായിരുന്നു എന്നാണ് ഇപ്പോൾ സഖ്യകക്ഷികൾ ചോദിക്കുന്നത്. താന്ത്രിക് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ളവർ, LJP ഉൾപ്പെടെയുള്ളവർ ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയായിട്ടുള്ള സാമ്രാട്ട് ചൌധരിയുടെ പ്രകടനവും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഈ ഒരു തോൽവിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ ബി.ജെ.പിയുടെ വീഴ്ചയാണ് എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. എന്തായാലും അടിസ്ഥാന വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി.ജെ.പി മനസ്സിലാക്കുന്നത്. ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ മാത്രമാണ് ഈ ബങ്കിപ്പൂരിലുള്ളത്. പക്ഷെ അത്തരം ഒരു മേഖലയിൽ പോലും അയോധ്യ രാമക്ഷേത്ര കൊള്ളയും അതോടൊപ്പം തന്നെ ഈ CJP സമരവും വലിയ ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. മോത്തി, ശരി.